അടിയന്തരമായി വിളിച്ചത് ഇപ്പൊ കൗൺസിലേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ സംഘടനകൾ കുറവാണ്, അവരുടെയൊക്കെ സാന്നിധ്യം കുറവാണ്. കാരണം ആളുകൾക്ക് ഒരുപാട് കമ്മിറ്റിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം വരാൻ വൈകിട്ടുള്ളത്. ഈ കാലവർഷം മഴക്കാലം വരാൻ പോകും. ശുചീകരണം എന്ന് പറയുന്നത് പ്രത്യേക ഒരു ടൈമൊന്നുമില്ല, എന്നും വേണം. അതിന് ആദ്യക്ക് നമ്മൾ സ്വന്തം മനസ്സിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ശുചീകരണ സംവിധാനം അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ വികസനങ്ങൾക്കും ആ നാടിൻ്റെ എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസ, ആരോഗ്യ, ശുചിത്വപരമായ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സംവിധാനമാണ് ഒരു ഭരണ സംവിധാനം. എന്നാൽ ഇവിടെ നമുക്ക് 40ഓളം കൗൺസിലേഴ്സ് ഉണ്ട്. ഈ കൗൺസിലേഴ്സൊക്കെ വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ ഈ മഴക്കാല ശുചീകരണം എന്ന് പറഞ്ഞ വാർഡുകളൊക്കെ ഇപ്പം എൻ്റെ വാർഡിലിരുന്ന് രാവിലെ, കാരണം ഞാൻ ഇവിടുത്തെ കണ്ടിജന്റ് ജീവനക്കാരെ വെച്ച് ചെയ്യുന്നത് എല്ലായിടത്തും കഴിഞ്ഞിട്ട് മതി എനിക്കുന്നു. എല്ലാ വാർഡും കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാ വർക്കും തീർന്നു കഴിഞ്ഞാൽ എൻ്റെ വാർഡിലേക്ക് മതി. കാരണം ഞാൻ തന്നെ ആദ്യം വിളിക്കുമ്പോൾ ചെയർമാൻ്റെ വാർഡിൽ ആളുണ്ടെന്ന് പറയണ്ടാന്ന് കരുതി. അപ്പോൾ ഓരോ വാർഡുകളും ഓടകളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് 4 ആളെ പുറത്തുനിന്ന് വിളിച്ചിട്ട് ഓട ക്ലീൻ ചെയ്യുകയാണ്. 110 മദ്യക്കുപ്പികൾ ആ ഓടയിൽ നിന്നും ഇന്ന് രാവിലെ ആ പ്രദേശത്ത് 110 കുപ്പികൾ. ഇപ്പം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്, കാണാൻ കഴിയും. നമ്മുടെ കോരകത്ത് പള്ളിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൻ്റെ നേരെ മുന്നിലാണ് ഈ സാധനത്തെ കിട്ടുന്നത്. അത് പ്ലാസ്റ്റിക് അല്ല, ഞാൻ കഴിക്കുന്നത് ഇപ്പൊക്കെ ഈ പ്ലാസ്റ്റിക് കാണാം. അത് പ്ലാസ്റ്റിക് ഒന്നായിട്ട് ചുറ്റി കുട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണാ ഇതെന്നാ പ്ലാസ്റ്റിക് അതോ ബോട്ടിലാ? സാർ ഇത് ബോട്ടിൽ ഇருக்கு, ഇത് കംപ്ലീറ്റ് ആ ബോട്ടിൽ, അത് പെരുസ് പെരുസ് കടി കുപ്പിയത്. അപ്പം ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു നഗര സംവിധാനം കൊണ്ടുവരുന്ന നമ്മൾ നന്നാകുന്നതോടുകൂടി സമൂഹങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും.